നമസ്കാരം. സസ്പെൻഷനിലായ IAS ഉദ്യോഗസ്ഥൻ N പ്രശാന്തിനെതിരെ വീണ്ടും അച്ചടക്ക നടപടി. സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ മാധ്യമങ്ങളോട് സംസാരിച്ചതിനും സർക്കാരിനെതിരെ നിലപാടെടുത്തതിനുമാണ് പുതിയ നടപടി. പ്രശാന്തിനെതിരെ ഇത് 8ാം തവണയാണ് അച്ചടക്ക നടപടി സ്വീകരിക്കുന്നത്. നിലവിൽ സസ്പെൻഷനിലിരിക്കെയാണ് വീണ്ടും നടപടി. ചീഫ് സെക്രട്ടറി ഇതു സംബന്ധിച്ച നോട്ടീസ് പ്രശാന്തിന് നൽകി. മുതിർന്ന IAS ഉദ്യോഗസ്ഥനും ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയുമായ A ജയതിലകിനെതിരെ ആരോപണം ഉന്നയിച്ചതിന്റെ പേരിലാണ് പ്രശാന്തിനെ നേരത്തെ സസ്പെൻഡ് ചെയ്തത്. കൃഷിവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ആയിരിക്കെയാണ് സസ്പെൻഷൻ. ജയതിലകിനെ സോഷ്യൽ മീഡിയയിൽ പരിഹാസം കലർത്തി വിമർശിക്കുകയായിരുന്നു N പ്രശാന്ത്. ജയതിലക് കൽപ്പിക്കുന്ന രീതിയിൽ ഫയലും റിപ്പോർട്ടും നോട്ടും എഴുതാൻ വിസമ്മതിച്ച സത്യസന്ധരായ ഉദ്യോഗസ്ഥരുടെ കരിയറും ജീവിതവും നശിപ്പിച്ചെന്നാണ് പ്രശാന്തിന്റെ ആരോപണം. വെളിപ്പെടുത്തലുകൾ തുടരുമെന്നും പ്രശാന്ത് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരുന്നു. ഡോക്ടർ A ജയതിലകിനെതിരെ സാമൂഹിക മാധ്യമങ്ങളുടെ കടുത്ത വിമർശനം ഉന്നയിച്ചത് ചൂണ്ടിക്കാട്ടി 2024 നവംബർ 11-നാണ് സസ്പെൻഡ് ചെയ്തത്. മത അടിസ്ഥാനത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ K ഗോപാലകൃഷ്ണനെയും ഇതേ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. 2 ഉദ്യോഗസ്ഥരെ ഒരേ ദിവസം സസ്പെൻഡ് ചെയ്തത് കേരളത്തിന്റെ സിവിൽ സർവീസ് ചരിത്രത്തിലും ആദ്യമായിരുന്നു. എന്നാൽ ഗോപാലകൃഷ്ണന്റെ സസ്പെൻഷൻ പിന്നീട് സർക്കാർ പിൻവലിച്ചിരുന്നു. പ്രശാന്തിനെതിരെയുള്ള അച്ചടക്ക നടപടികൾ ഘട്ടം ഘട്ടമായി നീട്ടിക്കൊണ്ടുപോകുന്നതിനിടെയാണ് പുതിയ നോട്ടീസ് കൂടി നൽകിയിരിക്കുന്നത്. നിലവിലെ സസ്പെൻഷൻ കാലാവധി പുനഃപരിശോധിക്കാനായി റിവ്യൂ കമ്മിറ്റി ചേരാനിരിക്കെയാണ് പ്രശാന്തിനെതിരെ വീണ്ടും നടപടി ഉണ്ടാകുന്നതെന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ സസ്പെൻഷനിലായിട്ടും തന്റെ നിലപാടുകളിൽ നിന്നും പിന്നോട്ടില്ലെന്ന രീതിയിലാണ് പ്രശാന്ത് പെരുമാറുന്നത്. സർക്കാരിന്റെയും സർവീസ് ചട്ടങ്ങളുടെയും വിലക്കുകൾ മറികടന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുകയും തന്റെ വെളിപ്പെടുത്തലുകൾ തുടരുമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് ഇപ്പോൾ 8ാമത്തെ അച്ചടക്ക നടപടിക്ക് കാരണമായത്. ഈ പുതിയ നടപടിയുടെ ഭാഗമായി പ്രശാന്തിന് കുറ്റപത്രം നൽകിയിട്ടുണ്ട്. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല എന്ന കർശന നിലപാടിലാണ് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ. പ്രശാന്തിനൊപ്പം സസ്പെൻഷനിലായ K ഗോപാലകൃഷ്ണനെ പിന്നീട് തിരിച്ചെടുത്തിരുന്നെങ്കിലും പ്രശാന്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്നായിരുന്നു ഇടതു സർക്കാരിന്റെ തീരുമാനം. ഘട്ടം ഘട്ടമായി അച്ചടക്ക നടപടികൾ നീട്ടിക്കൊണ്ടുപോകുന്നതിലൂടെ സർവീസ് ചട്ടലംഘനങ്ങളിൽ കർക്കശമായി മറുപടി നൽകാനാണ് ആഭ്യന്തര വകുപ്പിന്റെ നീക്കം. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ വിവിധ ചട്ടലംഘനങ്ങളുടെ പേരിൽ നിരന്തരം നടപടികൾ നേരിട്ടിട്ടും ഔദ്യോഗിക പദവിയിലിരുന്ന് വീണ്ടും വീണ്ടും സർക്കാരിനെ വെല്ലുവിളിക്കുന്നത് സിവിൽ സർവീസിനുള്ളിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെയാണ് വീണ്ടും അച്ചടക്കത്തിന്റെ വാളോങ്ങി അധികൃതർ രംഗത്തേക്ക് വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഈ ഘട്ടത്തിലും തങ്ങൾക്കിഷ്ടമില്ലാത്ത, തങ്ങളെ എതിർത്ത, തങ്ങളെ വിമർശിച്ച ആളുകൾക്ക് ഇനിയുള്ള പദവിയും അധികാരവും വെച്ച് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അത്രയും ചെയ്തു തീർക്കുക എന്നുള്ളതാണ് പിണറായി സർക്കാർ ഇപ്പോൾ എടുക്കുന്ന നടപടികളും രീതികളും. ഇടതുപക്ഷത്തെ വാനോളം പുകഴ്ത്തുന്നവരെ ചേർത്ത് പിടിക്കുകയും വിമർശിക്കുകയും തിരുത്തൽ ആവശ്യപ്പെടുന്ന ആളുകൾക്കെതിരെ ഇത്തരത്തിൽ അച്ചടക്ക നടപടികളും സസ്പെൻഷൻ കൊണ്ടും മറുപടി പറയുന്ന സർക്കാരിൻ്റെ രീതിക്ക് എന്നാലും ജനങ്ങൾ മറുപടി പറയുമെന്ന് തന്നെയാണ് N പ്രശാന്തും പ്രതീക്ഷിക്കുന്നത്.